അങ്ങനെ കൊട്ടിയൂരും മൃദംഗശൈലേശ്വരിയും കണ്ട് കണ്ണൂരിൻ്റെ രണ്ടാം പാർട്ടാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. മുത്തപ്പനെ തേടിയാണ് പറശ്ശിനിക്കടവിലേക്ക്. ഒരുപാട് കൗതുകങ്ങൾ നിറഞ്ഞ കാഴ്ചകൾ നിറഞ്ഞൊരു യാത്ര കൂടിയാണ് ഇന്ന്. അതും ഒരു കഥ കൂടി കേട്ട് നമ്മുടെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ കഥ. അപ്പോൾ വീഡിയോ മുഴുവൻ കാണാൻ മറക്കല്ല്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല്. അതുപോലെ ഫസ്റ്റ് പാർട്ട് കാണണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, കാണാൻ മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ കാഴ്ചകളിലേക്ക് ഫോർ ദ മ്യൂസിക്കിലേക്ക് സ്വാഗതം. കൊട്ടിയൂരും മൃദംഗശൈലേശ്വരിയും കണ്ട് തിരികെ റൂമിലെത്തി. ഫ്രഷായി റൂം വെക്കേറ്റ് ചെയ്തു. പറശ്ശിനിക്കടവിലേക്ക് ബസ്സും കയറി. പ്രൈവറ്റ് ബസ്സാണ്. ബസ്സിൽ തരക്കേടില്ലാത്ത തിരക്കുണ്ട്. അങ്ങനെ വീണ്ടും യാത്ര ആരംഭിച്ചു. ഈവനിങ് ടൈം ആയതുകൊണ്ട് ടൗണിൽ നല്ല തിരക്ക്. ചെറിയൊരു ചാറ്റൽ മഴ കൂടി പെയ്തൊഴിഞ്ഞതുകൊണ്ട് ഇവിടെ നല്ല തെളിമ. ബസ്സിൻ്റെ സൈഡ് സീറ്റിലിരുന്ന് ഈ തണുത്ത കാറ്റേറ്റ് കാഴ്ചകൾ കാണുന്നൊരു സുഖം പറയാതെ വയ്യ. അങ്ങനെ യാത്ര രാത്രിക്ക് പറശ്ശിനിക്കടവിലെത്തി. ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഓട്ടോ പിടിച്ചു. ഈ ഭാഗത്തു നിന്ന് 1 കിലോമീറ്ററോളം ദൂരമുണ്ട്. ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തു നിന്ന് നല്ലൊരു ഇറക്കം ഇറങ്ങി വേണം മുത്തപ്പൻ്റെ ക്ഷേത്രത്തിലേക്ക് എത്താൻ. സ്റ്റാൻഡിൻ്റെ ഭാഗത്തു നിന്ന് നടന്നിറങ്ങാൻ പടികൾ നിറഞ്ഞൊരു വഴിയുമുണ്ട്. ആ വഴി സ്റ്റാൻഡിൻ്റെ ഭാഗത്തു നിന്ന് ക്ഷേത്രത്തിലേക്ക് എത്താം. അങ്ങനെ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്ക് എത്തി. റൂം തേടിയുള്ള നടപ്പായി. പിന്നെ രണ്ടിടത്ത് കയറിയപ്പോഴും റൂമില്ലായിരുന്നു. തിരക്കുള്ള ടൈമായതുകൊണ്ടാണ് ലാസ്റ്റ് ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ റൂമും കിട്ടി. നവരത്ന ടൂറിസ്റ്റ് ഹോം. ക്ഷേത്രത്തിനോട് ചേർന്ന് ഒരു 2nd ഫ്ലോറിലാണ് ഈ ടൂറിസ്റ്റ് ഹോം ഉള്ളത്. ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് റൂം എടുത്തു. തരക്കേടില്ലാത്ത റൂമാണ്. റൂം കുഴപ്പമില്ല. നോൺ എ സി റൂമുകളാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇന്നിപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ട് റൂമുകൾക്കെല്ലാം ഭയങ്കര റേറ്റ്. 1300 രൂപയാണ് ഈ നോൺ എ സി റൂമിന്. അപ്പുറത്തൊക്കെ ചോദിച്ചപ്പോൾ 2500, 3000, 1500. ഈ 1500ൻ്റെ റൂമൊന്നും വലിയ സുഖമില്ലായിരുന്നു. ഇത് തരക്കേടില്ലാത്തൊരു റൂം കിട്ടി. 1300 രൂപയാണ് ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ടാണ്. അല്ലാത്ത ടൈമുകളിൽ വലിയ റേറ്റ് ഇല്ലെന്നാണ് മുകളിലത്തെ ഓട്ടോ ചേട്ടനെയൊക്കെ പരിചയപ്പെട്ടപ്പോൾ ചേട്ടന്മാരൊക്കെ പറഞ്ഞത്. എന്തായാലും അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്തായാലും തൽക്കാലം മൊബൈലും കൊണ്ടേ പോകുന്നുള്ളൂ. റൂം പൂട്ടി ക്ഷേത്രത്തിലേക്ക് നടന്നു. മുത്തപ്പൻ്റെ ക്ഷേത്രങ്ങളെ പൊതുവെ മടപ്പുര എന്നാണ് വിളിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ അറിയപ്പെടുന്നത്. വടക്കൻ മലബാറിൽ തന്നെ നിരവധി മടപ്പുരകളുണ്ട്. അത്തരം മടപ്പുരകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പറശ്ശിനിക്കടവാണ്. മുൻവാതിൽ കടന്ന് അകത്ത് കയറി. രാത്രിയായിട്ട് നല്ല തിരക്കുണ്ട്. മനസ്സും അന്തരീക്ഷവും പ്രകാശം പരത്തി തെളിയുന്ന ദീപങ്ങളും ചുറ്റും സുഗന്ധം പരത്തുന്ന ചന്ദനത്തിരികളും പ്രാർത്ഥനകളും നിറയുന്ന സമയം. പ്രധാന കവാടം കോവിലിൻ്റെ കാഴ്ചകൾ സമ്മാനിക്കുന്നു. കവാടത്തിൻ്റെ ഇരുഭാഗത്തും മുത്തപ്പൻ്റെ വാഹനമായ നായയുടെ ശില്പങ്ങൾ. ഞങ്ങൾ അകത്ത് കയറി ദർശനം നടത്തി. സ്വർണ്ണപ്രഭയിൽ തെളിയുന്ന ശ്രീകോവിലിനുള്ളിലായി ഭഗവാനെ കണ്ടു. ദർശനം നടത്തി തിരികെ ഇറങ്ങി. മുന്നിലായി ഇവിടെ എത്തുന്ന എല്ലാവർക്കും മുത്തപ്പൻ്റെ പ്രസാദമായ പയറും തേങ്ങാക്കൊത്തും ചായയും കിട്ടുന്ന അന്നദാനപ്പുരയുണ്ട്. ഞങ്ങൾ ഊട്ടുപുരയിൽ കയറി പ്രസാദം കഴിച്ചു. അസാധ്യ ടേസ്റ്റാണ് കേട്ടോ. വിശപ്പിൻ്റെ ഉൾവിളിയുള്ളത് കൊണ്ട് ഒന്നുകൂടി കഴിക്കാനൊരു കൊതിയും. അടുത്തിരുന്ന ഒരാളെ പരിചയപ്പെട്ട വഴി ഞങ്ങൾ മുത്തപ്പൻ്റെ കഥയറിഞ്ഞു. ശിവഭക്തരായ അയ്യങ്കര ഇല്ലത്തെ ദമ്പതികളായ അയ്യങ്കര ദേവനും പാടിക്കുട്ടി അന്തർജനത്തിനും വിവാഹം കഴിഞ്ഞ് വളരെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുട്ടികളില്ലാത്ത വിഷമത്താൽ പ്രാർത്ഥനയോടെ കഴിയുകയായിരുന്നു. ഒരു ദിവസം പാടിക്കുട്ടി സ്വപ്നത്തിൽ ഭഗവാനെ കണ്ടു. പിറ്റേന്ന് പാടിക്കുട്ടി തിരുവൻകടവിൽ കുളിക്കാനായി പോയി. കുളി കഴിഞ്ഞ് മടങ്ങാൻ തുടങ്ങിയ സമയത്ത് ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ ദൂരത്തായി കേട്ടു. അടുത്തുള്ള ഒരു പാറയിൽ കിടക്കുന്ന സുന്ദരനായ ഒരു കുട്ടിയെ കണ്ട് അതീവ വാത്സല്യത്തോടെ ഇല്ലത്തേക്ക് കൊണ്ടുപോയി അവരുടെ മകനായി വളർത്തി. ആചാര മര്യാദകൾ അനുസരിച്ച് വേദങ്ങളും ഇതിഹാസങ്ങളും പഠിപ്പിച്ചു. എന്നാൽ കുട്ടി അമ്പും വില്ലും ഉപയോഗിച്ച് വേട്ടയാടാൻ അടുത്തുള്ള കാട്ടിൽ പോവുക പതിവായിരുന്നു. അവിടെ അവൻ ദരിദ്രർക്ക് ഭക്ഷണം നൽകുകയും തദ്ദേശീയ സമൂഹങ്ങളുമായി അടുത്ത് ഇടപഴകുകയും ചെയ്തിരുന്നു. ഈ പ്രവൃത്തികൾ അന്നത്തെ ബ്രാഹ്മണ ജീവിത രീതികൾക്ക് വിരുദ്ധമായതിനാൽ അത് നിർത്താൻ അവന്റെ മാതാപിതാക്കൾ അവനോട് അപേക്ഷിച്ചു. പക്ഷേ അവരുടെ മുന്നറിയിപ്പുകൾ അവൻ ചെവിക്കൊണ്ടില്ല. ഒടുവിൽ വളരെ നിരാശയോടെ അവനോട് ഇല്ലം വിട്ടിറങ്ങാൻ അവർ ആവശ്യപ്പെടുന്നു. ഇത് കേട്ട് കോപം വന്ന കുട്ടി തന്റെ ദിവ്യരൂപം മാതാപിതാക്കൾക്ക് മുന്നിൽ വെളിപ്പെടുത്തി. ദിവ്യരൂപം കണ്ട് ദേവാംശം തിരിച്ചറിഞ്ഞ അവർ അവന്റെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചു. പിന്നീട് വീട്ടിൽ നിന്നും പടിയിറങ്ങി കോപം കൊണ്ട് അവന്റെ കണ്ണിൽ കണ്ടതെല്ലാം കത്തി ചാരമാവാൻ തുടങ്ങി. ലോകത്തിന് ദോഷമാവാതെ പൊയ്ക്കണ്ണ് ധരിക്കാൻ അവന്റെ അമ്മ അവനോട് അഭ്യർത്ഥിച്ചു. വീട് വിട്ട് യാത്രയായ അവൻ കുന്നത്തൂരിന്റെ പ്രകൃതി ഭംഗി കണ്ട് അവിടെ തങ്ങി. ഒപ്പം ഈന്തപ്പനകളുടെ കള്ളും അവനെ അവിടെ ആകർഷിച്ചു.
ആരംഭിച്ചു. ഒരിക്കൽ നിത്യവും തന്റെ കള്ള് മോഷ്ടിക്കുന്ന ഒരു വൃദ്ധനെ ചന്ദൻ എന്നൊരു കള്ളിച്ചെത്തുകാരൻ പിടികൂടി. ദേഷ്യം കൊണ്ട് അയാൾ ആ മനുഷ്യനെ ആക്രമിക്കാൻ ശ്രമിച്ചു. പക്ഷേ ചന്ദൻ പെട്ടെന്ന് ബോധരഹിതനായി. മരച്ചുവട്ടിൽ അബോധാവസ്ഥയിൽ കിടക്കുന്ന ചന്ദനെ കണ്ട് ചന്ദന്റെ ഭാര്യ കാര്യം മനസ്സിലാക്കി ഈന്തപ്പനയുടെ മുകളിലിരിക്കുന്ന ദിവ്യപ്രകാശമുള്ള വൃദ്ധനെ നോക്കി ഉറക്കെ വിളിച്ച് കരഞ്ഞപേക്ഷിച്ചു. താമസിക്കാതെ ചന്ദൻ ബോധം വീണ്ടെടുത്തു. അവർ മുത്തപ്പന് വേവിച്ച പയറും തേങ്ങാ കഷ്ണങ്ങളും കള്ളും സമർപ്പിച്ചു. ചന്ദന്റെ അഭ്യർത്ഥന പ്രകാരം മുത്തപ്പൻ കുന്നത്തൂർ തന്റെ വസതിയായി തെരഞ്ഞെടുത്തു. കുന്നത്തൂരിൽ കുറച്ച് വർഷങ്ങൾ ചെലവഴിച്ച ശേഷം തന്റെ അവതാര ലക്ഷ്യം നേടുന്നതിനായി കൂടുതൽ അനുകൂലമായ ഒരു വാസസ്ഥലം തേടാൻ മുത്തപ്പൻ തീരുമാനിച്ചു. അതിനായി കുന്നത്തൂരിൽ നിന്നും മുകളിലേക്ക് ഒരു അമ്പ് ചെയ്തു. ആ അമ്പ് ചെന്ന് തറച്ചത് പറശ്ശിനിയിൽ ഒരു കാഞ്ഞിര മരത്തിലായിരുന്നു. അന്നു മുതൽ ശ്രീ മുത്തപ്പൻ പറശ്ശിനിക്കടവിൽ വസിക്കുന്നുണ്ടെന്നാണ് വിശ്വാസം. മുത്തപ്പന്റെ യാത്ര പുരളിമലയിലെത്തിയപ്പോൾ മറ്റൊരു മുത്തപ്പനെ കണ്ടുമുട്ടിയെന്നും ഈ രണ്ടാമത്തെ മുത്തപ്പൻ വെള്ളാട്ടം എന്ന് വിളിക്കപ്പെടുന്നു. അങ്ങനെ മുത്തപ്പൻ എന്ന് വിളിക്കപ്പെടുന്ന വിഷ്ണു ഭഗവാന്റെ അംശമായ തിരുവപ്പൻ വലിയ മുത്തപ്പനും ശിവാംശമായ വെള്ളാട്ടം അല്ലെങ്കിൽ ചെറിയ മുത്തപ്പനും പറശ്ശിനിയിലുണ്ടെന്നാണ് വിശ്വാസം. അവരുടെ പ്രതീകമായി 2 തെയ്യങ്ങൾ ഇന്ന് നിത്യവും ക്ഷേത്രത്തിൽ കെട്ടിയാടുന്നു. പുറത്തിറങ്ങി ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തേക്ക് നടന്നു. മുൻഭാഗത്ത് ആറൊഴുകുന്നു. ചെറിയ രീതിയിൽ മഴയും പെയ്യുന്നുണ്ട്. ആ താളം പിടിച്ച് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടു. ഇവിടെ ദർശനം നടത്തുന്നവർ മിക്കപ്പോഴും അവരുടെ വളർത്തു നായകളെ കൊണ്ടുവന്ന് ദർശനം നടത്താറുണ്ട്. മുത്തപ്പൻ്റെ ഇഷ്ടമൃഗമാണ് നായകൾ. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൻ്റെ പല ഭാഗത്തും ക്ഷേത്രത്തിൻ്റെ തന്നെ നായകളെ കാണാൻ പറ്റും. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്കിറങ്ങി. ഇപ്പോഴും കടകളിൽ നല്ല തിക്കും തിരക്കുമുണ്ട്, സജീവമായി തന്നെ. നമ്മുടെ പപ്പടൂസിന് കുറച്ച് കളിപ്പാട്ടങ്ങൾ തേടി ഞങ്ങൾ എല്ലാ കടകളും ഒന്ന് തപ്പി. ഒപ്പം കുറച്ച് കാഴ്ചകൾ കൂടി പകർത്താമല്ലോ. എങ്ങും സ്വർണ്ണവർണ്ണമാണ്. കടകളിലെ ലൈറ്റും വിൽക്കാൻ വെച്ചിരിക്കുന്ന പലതും ഒക്കെ ചേർന്ന് ആരെയും ആകർഷിക്കുന്ന ഒരു അന്തരീക്ഷം. ഒപ്പം പല കടകളിലും മുത്തപ്പൻ്റെ ഭക്തിഗാനങ്ങൾ കേൾക്കാം. അതൊക്കെ കേട്ടും കണ്ടും മുന്നോട്ട് നടന്നു. എല്ലാ കടകളിലും അടയ്ക്കാൻ പോകുന്നതിൻ്റെ മുന്നോടിയായുള്ള കച്ചവട തിരക്കാണ്. ഒപ്പം പറക്കി ഒതുക്കലും. ഒരു 10 മണി വരെയൊക്കെ തിരക്കുണ്ടെന്ന് തോന്നുന്നു. അപ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, ഇവരെല്ലാം മുത്തപ്പൻ്റെ സ്വന്തമാണ്. എല്ലാവരുടെയും ലാളനകളും തലോടലും ഒക്കെ ഏറ്റുവാങ്ങി എല്ലാവരെയും ആകർഷിച്ച് എല്ലാവരെയും പറ്റിക്കൂടി ക്ഷേത്രത്തിൻ്റെ ചുറ്റുമായുള്ളൊരു ജീവിതം. കുറച്ചു നേരം അവരുടെ കാഴ്ചകൾ കണ്ടു നിന്നു. ആരോടും വഴക്കില്ല, പേടിപ്പെടുത്തലില്ല. എല്ലാവരോടും ഇണങ്ങി നിൽക്കുന്നവരാണ്. ആർക്കും തൊടുവാനും തലോടുവാനും നിന്ന് തരും. ക്ഷേത്രത്തിൽ നിന്നും ഒപ്പം ചുറ്റുമുള്ള കടകളിൽ നിന്നൊക്കെയാണ് ഭക്ഷണം. ഇവിടെ എത്തുന്നവർ വാങ്ങി നൽകുന്നുണ്ട്. ഇതൊക്കെ കണ്ടു നിന്നാൽ സത്യം പറഞ്ഞാൽ സമയം പോകുന്നത് അറിയത്തേയില്ല. ഒരുപാട് ദൈവങ്ങളുടെ കാറിലും വീട്ടിലും ഒക്കെ വെക്കുന്ന ചെറുതും വലുതുമായ ശില്പങ്ങളും ഡെക്കറേറ്റീവ് ഐറ്റംസും എന്ന് വേണ്ട ഒത്തിരി ഐറ്റംസ് ഉണ്ട്. കമ്മലുകളും വളകളും ഒക്കെ വലിയ കളക്ഷൻസ് ഉണ്ട്. വീടിന് പറ്റിയ ഡെക്കറേറ്റീവ് ഐറ്റംസ് വേറെയും. എല്ലാം നല്ല പ്രൊഡക്ട്സ് ആണ് കേട്ടോ. ഒരു പൂർണ്ണതയുണ്ട്. എന്താ പറയുക, ചിലയിടങ്ങളിലൊക്കെ ഒരു ഫിനിഷ് ഇല്ലാത്ത ഐറ്റംസ് ആയിരിക്കില്ലേ. ഇതങ്ങനെയല്ല, എല്ലാം നല്ല പെർഫെക്ഷനുണ്ട്. ശില്പങ്ങളൊക്കെ പ്രത്യേകിച്ച്. ഞങ്ങൾ പപ്പടൂസിന് വേണ്ട കളിപ്പാട്ടങ്ങളൊക്കെ കണ്ടുവച്ചാണ് മുന്നോട്ട് നടന്നത്. തിരികെ വന്നപ്പോൾ അതൊക്കെ വാങ്ങി. ഒരു കടയിലെ കൃഷ്ണൻ്റെ ശില്പങ്ങളുടെ കളക്ഷൻ കണ്ടോ? എന്താ അല്ലേ, നല്ല രസമില്ലേ കാണാനായിട്ട്. ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് എല്ലാം നല്ല ടേസ്റ്റാണ്. എത്ര കഴിച്ചാലും മതിയാവില്ല. എല്ലാം സൂപ്പർ. അങ്ങനെ ഇന്നത്തെ കാഴ്ചകളും വീഡിയോയും ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങൾ കറക്കമൊക്കെ അവസാനിപ്പിച്ച് ഒരു കണ്ണൂർ കോക്ടെയിലും അകത്താക്കി ഫുഡും ഒക്കെ കഴിച്ച് തിരികെ റൂമിലേക്ക് മടങ്ങി. പറശ്ശിനിക്കടവിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നോട്ടിഫിക്കേഷൻ ബെൽ അമർത്താനും മറക്കരുത്. കണ്ണൂരിൻ്റെ ബാക്കി കാഴ്ചകളുമായി നമുക്ക് നാളെ കാണാം.